മാത്സ് ക്ലാസ് 3 ആദ്യത്തെ യൂണിറ്റ് 100 ആൻഡ് എബോവ്. അതിൽ ആക്ടിവിറ്റി 9 ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് നോക്കിയതിന് ശേഷം ഈ ആക്ടിവിറ്റി 10 വരിക. ആദ്യം അതിൻ്റെ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ആക്ടിവിറ്റി 10 ക്വസ്റ്റ്യൻസ് തരുന്നത്. കോസ്റ്റ് ഓഫ് ദി ബാഗ്. Adira's father bought her a bag. He gave the shopkeeper 200 rupee notes, 17 10 rupee notes and 13 1 rupee coins. What is the cost of the bag? ആതിരയുടെ അച്ഛൻ ഒരു ബാഗ് വാങ്ങിച്ചു. അപ്പോൾ ആതിരയുടെ അച്ഛൻ ഷോപ്പ് കീപ്പർക്ക് എത്ര രൂപ കൊടുത്തു? 200 rupee നോട്ട്സ് കൊടുത്തു, 17 10 rupee നോട്ട്സ്, 13 1 rupee കോയിൻസ്. 100 rupee നോട്ട്സ് എത്ര എണ്ണമാണ് കൊടുത്തത്? 2. അപ്പോൾ എത്ര രൂപയായി? 200. 10 rupee നോട്ട്സ് എത്ര എണ്ണം കൊടുത്തു? 17. അപ്പോൾ എത്ര രൂപയായി? 170. 17 into 10 അതായത് 170. ഇനി 1 rupee കോയിൻസ് എത്ര എണ്ണം കൊടുത്തു? 13. ടോട്ടൽ എത്രയായി? 200 plus 170 plus 13. 383. 383. Question: which note? Adira and her friend Ramla went to the shop with a note each. ആതിരയും ഫ്രണ്ട് റംലയും കൂടെ ഷോപ്പിൽ പോയി. രണ്ടുപേരുടെയും കയ്യിൽ ഓരോ നോട്ട് ഉണ്ടായിരുന്നു. ആതിര ചേഞ്ച്ഡ് ഹർ നോട്ട്. ഷീ ഗോട്ട് 200 rupee notes, 3 50 rupee notes, 5 10 rupee notes and 25 rupee notes. ആതിരയുടെ കയ്യിലുണ്ടായിരുന്ന നോട്ട് ചേഞ്ച് ആക്കി. അപ്പോൾ കിട്ടിയതാണ് 200 rupee നോട്ട്സ്, 3 50 rupee നോട്ട്സ്, 5 10 rupee നോട്ട്സ് ആൻഡ് 25 rupee നോട്ട്സ്. റംല ബോട്ട് തിങ്സ് ഫോർ 50 rupees. റംല പക്ഷേ സാധനം മേടിച്ചു. എത്ര രൂപയ്ക്കാണ് മേടിച്ചത്? 50 rupees. ഷീ ഗോട്ട് 200 rupee notes, 4 50 rupee notes and 5 10 rupee notes as balance. അപ്പോൾ തിരിച്ച് ബാലൻസ് എത്ര രൂപ കിട്ടി എന്നുള്ളതാണ് നമുക്ക് തന്നേക്കുന്നത്. വാട്ട് ഈസ് ദ നോട്ട് ദേ ഹാഡ് ഇൻ ദ ബിഗിനിങ്? അവരുടെ കയ്യിൽ ആദ്യം എത്ര രൂപ ഉണ്ടായിരുന്നു? ഇവരുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പം എന്താ ബാലൻസ് കിട്ടിയത്? ആദ്യം 100 rupee നോട്ട്സ് എത്ര എണ്ണം കിട്ടി? 2. അപ്പോൾ എത്ര രൂപയായി? 200. 50 rupee നോട്ട്സ് എത്ര എണ്ണം കിട്ടി? 3. അപ്പോൾ 3 into 50 150 rupees. അടുത്ത 10 rupee നോട്ട്സ് എത്ര എണ്ണം ഉണ്ട്? 5. അപ്പോൾ 5 into 10 50. അടുത്ത 25 rupee നോട്ട്സ്. അപ്പോൾ 20 into 5 100 rupee. ടോട്ടൽ എത്രയാണ്? 200 plus 150 plus 50 plus 100. അപ്പോൾ എത്രയാവും? 500. ഇത് റംല 50 rupeesന് സാധനം മേടിച്ചു അല്ലേ? 50 rupeesൻ്റെ സാധനം മേടിച്ചിട്ട് ബാക്കി കിട്ടിയതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം 50 പ്ലസ് എത്ര 100 rupees നോട്ട്സ് ഉണ്ട്? 2. അപ്പോൾ 200. 50 rupee നോട്ട്സ് എത്ര എണ്ണം ഉണ്ട്? 4. അപ്പോൾ എത്രയായി? 4 into 50 200 പ്ലസ് 5 10 rupee നോട്ട്സ്. 10 rupee നോട്ട്സ് 5 ആകുമ്പോഴത്തേക്കും 5 into 10 50 ആവും. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 50 പ്ലസ് 200 പ്ലസ് 200 പ്ലസ് 50 എത്രയാവും ചെയ്ത് നോക്കുമ്പോഴത്തേക്കും? 500. നമ്മളുടേത് ആദ്യത്തെ ആ 50 rupees ആഡ് ചെയ്യാൻ മറക്കരുത്. ബാക്കിയെല്ലാം കൂടെ കൂട്ടിയിട്ട് 50 rupeesഉം കൂടെ കൂട്ടിയാൽ മാത്രമേ ഫസ്റ്റ് റംലയുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടുപേരുടെ കയ്യിലും 500 rupee നോട്ട്സ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ആതിരയുടെ കയ്യിലും റംലയുടെ കയ്യിലും 500 rupee നോട്ട്സ് ആണ് ദേ ഹാഡ് ഇൻ ദി ബിഗിനിങ്. വിച്ച് വേസ് ക്യാൻ യു അറേഞ്ച് നോട്ട്സ് ആൻഡ് കോയിൻസ് ടു ഗെറ്റ് 500 rupees? 500 rupees ആക്കാൻ നോട്ട്സും കോയിൻസും എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഒരുപാട് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? 500 ഒരു നോട്ട് മാത്രം എടുക്കാം. പിന്നെ 200
രണ്ടെണ്ണം 100ൻ്റെ 1, അപ്പോൾ എത്രയായി? 500. 200ൻ്റെ 1 എടുത്തു, 100ൻ്റെ 3 എടുത്തു, അപ്പോൾ എത്രയായി? 200 + 300 500 ആയി. പിന്നെ 100ൻ്റെ 5 എടുത്തു, അപ്പോഴും 100 × 5 500 ആയി. 100 × 4 50 × 2, അപ്പോൾ 400 + 100 500 ആയി. അടുത്ത 100ൻ്റെ 2, അപ്പോൾ 200 ആയി. 50 റുപ്പീസിൻ്റെ രണ്ടെണ്ണം, അപ്പോഴും 100 ആയി. 10 റുപ്പീസിൻ്റെ 10 നോട്ട്സ്, അപ്പോഴും 100 ആയി. 20 റുപ്പീസിൻ്റെ 5 നോട്ട്സ്, അപ്പോൾ 100 ആയി. അപ്പോൾ ടോട്ടൽ 200 + 100 + 100 + 100 എടുക്കുമ്പോഴത്തേക്കും 500. അതുപോലെ പല പല രീതിയിൽ ചെയ്തു നോക്കാം, കോയിൻസും നോട്ട്സും ഒക്കെ വെച്ചിട്ട്. ₹50 note. Raju gave 800 rupee notes and in return got 50 rupee notes. How many 50 rupee notes did he get? അപ്പോൾ രാജു 800 rupee നോട്ട്സ് കൊടുത്തപ്പോഴത്തേക്കും തിരിച്ച് ബാലൻസ് എത്ര കിട്ടി? 50 rupee നോട്ട്സിൻ്റെയാണ് ബാലൻസ് ഇങ്ങോട്ട് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ 800 റുപ്പീസിന് എത്ര 50 rupee നോട്ട്സ് കിട്ടിക്കാണുമെന്ന്. 100ന് എത്ര 50 rupee നോട്ട്സ് ആയിരിക്കും? 800 ÷ 50 ചെയ്ത് നോക്കിയാൽ മതി. എത്ര വരും? 16 വരും അല്ലേ? 16 50 rupee നോട്ട്സ് കിട്ടി അല്ലേ? 800ന് ഈക്വലായിട്ട് 16 50 rupee നോട്ട്സ് ആണ് കിട്ടുന്നത്. Got it back in 20 rupee notes. How many 20 rupee notes would be there? 800ന് എത്ര 20 rupee നോട്ട്സ് ആയിരിക്കും? അഥവാ 20 rupee നോട്ട്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ എത്ര 20 rupee നോട്ട്സ് കിട്ടിക്കാണുന്നു? 800 ÷ 20 ചെയ്ത് നോക്കുക. എത്രയായിരിക്കും? 40 20 rupee നോട്ട്സ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇനി അടുത്തത് ആക്ടിവിറ്റി 10ലെ ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. അതെല്ലാവരും ചെയ്ത് നോക്കണേ. Numbers are given to students participating in sports events. Students of LP section were given numbers from 201 to 265. Students of the UP section were given numbers from 266 to 340. From which section did the maximum number of students participate? സ്പോർട്സ് ഇവൻ്റ് നടക്കുകയാണ്. LP സെക്ഷനിലെ കുട്ടികൾ 201 to 265 വരെയാണ് നമ്പേഴ്സ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എത്ര കുട്ടികൾ കാണുമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. പക്ഷേ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരാൾ കുറവായിരിക്കും. അപ്പോൾ ആ ആളെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് 1 ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ UP സെക്ഷനിലെ കുട്ടികളുടെയും ചെയ്ത് നോക്കുക. മാക്സിമം ആരാണെന്ന് നോക്കാൻ ഇതിലേത് ലാർജർ ആണെന്ന് നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പം എത്ര കുട്ടികളാണെന്ന് കണ്ടുപിടിക്കുമ്പം 1 ആഡ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ക്യാൻ യു മേക്ക് ദ സം 12? റൈറ്റ് നമ്പേഴ്സ് ഫ്രം 1 to 7 in the circles without repeating. The sum of the numbers in a line should be 12. Try to complete it. സർക്കിളിൻ്റെ അകത്ത് 1 to 7 വരെ നമുക്ക് എഴുതാം. പക്ഷേ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു നമ്പർ എവിടെയെങ്കിലും എഴുതി അവിടെ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ലൈനിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 12 ആവുകയും വേണം. ഓക്കെ, അത് ചെയ്ത് നോക്കണേ. ഫിൽ ഇൻ ദ ബോക്സസ്. ആദ്യത്തെ ബോക്സ് ഉണ്ടോ? അതിലെങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കുക. ലുക്ക് അറ്റ് ദ നമ്പേഴ്സ് ഇൻ ദി ഫസ്റ്റ് ബോക്സ്. വാട്ട് ആർ ദ നമ്പേഴ്സ് ഇൻ ഈച്ച് റോ? ഓരോന്നും 100, 200, 300, അതേപോലെ 100, 300, 200. Now use the numbers 400, 500, 600 to fill the second box. രണ്ടാമത്തെ ബോക്സിൽ ഇതേപോലെ 400ഉം 500ഉം 600ഉം എഴുതുക. 100 എഴുതിക്കുന്നിടത്തെല്ലാം അതേപോലെ 400 എഴുതുക. 200 എഴുതിക്കുന്നിടത്തെല്ലാം 500 എഴുതുക. 300 എഴുതിക്കുന്നിടത്ത് എന്ത് എഴുതും? 600. അതേപോലെ യൂസ് ദ നമ്പേഴ്സ് 700, 800, 900 ടു ഫിൽ ദി തേർഡ് ബോക്സ്. അതേപോലെ 100 എഴുതിക്കുന്നിടത്ത് 700 എഴുതണം, 200 എഴുതിക്കുന്നിടത്ത് 800 എഴുതണം, 300 എഴുതിക്കുന്നിടത്ത് 900 എഴുതണം.
അങ്ങനെ 3 ബോക്സും ഫില്ല് ചെയ്യണം. Keep the boxes together. What are the numbers in the first row? ഈ 3 ബോക്സും കൂടെ ഒരുമിച്ച് നോക്കുക. ഫസ്റ്റ് റോയിൽ എന്ത് വരും എന്ന് നോക്കുക. ആർ ദീസ് നമ്പേഴ്സ് പ്രസൻറ്റ് ഇൻ ദി സെക്കൻഡ് ആൻഡ് തേർഡ് റോസ്? ഇതേ നമ്പേഴ്സ് തന്നെ സെക്കൻഡ് റോയിലും തേർഡ് റോയിലും ഒക്കെ വന്നു എന്ന് നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് us ആഡ്. 1 to 9 വരെ എഴുതിയിട്ടുണ്ട്, പ്ലസ് 9 to 1 വരെ തിരിച്ചു എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ എല്ലാം 1 1 1 1 1 എന്ന് കിട്ടി. അതേപോലെ അടുത്തത് 1 to 9 എഴുതി, 9 to 1 എഴുതി, പിന്നെയും തിരിച്ച് 1 to 9, 9 to 1. അതിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്തത്? 2. അത് ആഡ് ചെയ്തപ്പോഴത്തേക്കും 2 to 2 2 2 എന്ന് കിട്ടി. അപ്പോൾ വാട്ട് ഈസ് ദ നെക്സ്റ്റ് പാറ്റേൺ? അടുത്ത പാറ്റേൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. നിങ്ങൾ കുറേ സമയം എടുത്തിട്ടാണെങ്കിലും ഇതൊക്കെ എങ്ങനെയൊക്കെ കിട്ടുകയെന്ന് ചെയ്ത് നോക്കണം. അപ്പം മാത്രമേ നമുക്കിതൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ആൻസേഴ്സ് അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ തീരുകയാണ് ഇതോടുകൂടി. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.